Hi, hello all, welcome to my YouTube channel. നിസിം ഇസിക്കലിൻ്റെ ദ ട്രൂത്ത് അബൌട്ട് ദ ഫ്ലഡ്സ് ആണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. നിസിം ഇസിക്കൽ ഒരു ഫേമസ് ഇന്ത്യൻ പോയറ്റാണ്. അദ്ദേഹം ഒരു ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ ഇൻ ഇന്ത്യ, അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഇല്ലാത്തതിൻ്റെ ഒരു കൈൻഡ് ഓഫ് അവയർനെസ് പോലാണ് നമുക്കൊരു കൈൻഡ് ഓഫ് വാർണിംഗ് പോലാണ് നമുക്ക് എഴുതിയിരിക്കുന്നത്. അതായത് ഫ്ലഡ് നടന്നു ഒരു വില്ലേജ്, ഇപ്പോൾ 2-3-4 വില്ലേജിൽ ബീഹാറിലുള്ള, സോ അവിടെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആണെന്നുണ്ടെങ്കിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമാണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ടുള്ള പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടും പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ടും ആ വില്ലേജസ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു. അഗ്രികൾച്ചർ ആണെന്നുണ്ടെങ്കിലും ഫാമിലീസ് ആണെന്നുണ്ടെങ്കിലും ആളുകളാണെന്നുണ്ടെങ്കിലും നശിച്ചു മരിച്ചുപോയി. ഓക്കെ, സോ ആ ഒരു ഇംപ്രോപ്പറായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കാരണമാണ് ഇത് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു റിയലിസ്റ്റിക് പിക്ചറാണ് അദ്ദേഹം ഈ ഒരു പോയത്തിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയം VK ദീക്ഷിത് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്ത്യൻ എക്സ്പ്രസ് എന്നുള്ള ന്യൂസ് പേപ്പറിനകത്ത് 1967 ഒരു റിപ്പോർട്ട് എഴുതി. ആ ഫ്ലഡിനെ കുറിച്ച്, അതായത് ട്രൂത്ത് അബൌട്ട് ഫ്ലഡ്സ് എന്നായിരുന്നു അതിൻ്റെയും ടൈറ്റിൽ. അതിനെ വെച്ച് ബേസ് ചെയ്ത് ഇദ്ദേഹം ഒരു പോയം എഴുതിയിരിക്കുകയാണ്. അതായത് ഈ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും അഡ്മിനിസ്ട്രേഷൻസ് ആണെന്നുണ്ടെങ്കിലും ഈ ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള രീതിയിൽ റീഹാബിലിറ്റേഷൻ മെഷേഴ്സും റിലീഫും ഒന്നും കൊടുക്കാതെ ഈ ഫ്ലഡ് കൊണ്ട് അഫക്റ്റഡ് ആയ ആളുകളെ അങ്ങ് ഉപേക്ഷിച്ചു. അപ്പോൾ ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നുവെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാമായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഫ്ലഡ് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന റിലീഫ് ആക്ടിവിറ്റീസ് നമുക്കുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2018 കേരളയിൽ സംഭവിച്ചിട്ടുള്ള ഫ്ലഡ് എന്ന് പറയുന്നത് പീപ്പിളിൻ്റെ പാർട്ടിസിപ്പേഷൻ കൊണ്ടാണ് ഗവൺമെൻറ് പെട്ടെന്ന് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ പണ്ട് 1967 അല്ലെങ്കിൽ അങ്ങോട്ടുള്ള കാലഘട്ടത്തിലൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ആളുകൾക്ക് അറിയത്തില്ല എന്ത് ചെയ്യണം, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സോ റിലീഫ് ക്യാമ്പ്സോ ഒന്നും പെട്ടെന്ന് അങ്ങനെ ഓപ്പൺ ആകത്തില്ലായിരുന്നു. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പിക്ചറാണ് നിസിം ഇസിക്കൽ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിസിം ഇസിക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ റൈറ്റർ എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളാണ് കേട്ടോ. പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്താണെന്നൊക്കെ പേജ് നമ്പർ 113 കൊടുത്തിട്ടുണ്ട്. സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പോയട്രി കളക്ഷന്. പ്ലേ റൈറ്റിങ്ങും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അതായത് പ്ലേസ് ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ പോയത്തിലോട്ട് കിടക്കാം. അപ്പം ഇത് പോയം തുടങ്ങുന്നത് തന്നെയെന്ന് വെച്ചാൽ പോയറ്റ് ഈ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയാസിനെ വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഫ്ലഡ് അഫക്റ്റഡ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് പോയത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബാലസോർ, മയൂർഭഞ്ച്, കട്ടക്ക്. സോ ഇയാൾ പോയിട്ട് പറയുവാണ്, എനിക്ക് ഒരു ഗവൺമെൻറ് ഒഫീഷ്യലിനെ മീറ്റ് ചെയ്യേണ്ട, കാരണം അവരുടെ കയ്യിൽ ഓൾറെഡി ഒരു ഫേക്ക് ഡേറ്റ കാണും. ആ ഡേറ്റ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, എൻ്റെ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ എൻ്റെ സബ് ഡിവിഷനാണ്, എൻ്റെ ബ്ലോക്കാണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് അഫക്റ്റഡ് ആയെന്നും പറഞ്ഞ് കള്ളക്കണക്കുകൾ കാണിച്ച് ഗവൺമെൻറ്റിന് അയച്ചു കൊടുക്കും. സോ കുറേ കള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പോയറ്റിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും. ശരിക്കും അവിടെ നടന്നതും ഡോക്യുമെൻറ്റ്സിനകത്തുള്ളത് ഈ ഒഫീഷ്യൽസ് സബ്മിറ്റ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ അറ്റ് ഫസ്റ്റ് പോയിട്ട് മന്ദസ്പൂർ എന്ന് പറഞ്ഞൊരു വില്ലേജാണ് വിസിറ്റ് ചെയ്യുന്നത്. അത് ബാലസോർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 9 മൈൽ എവേയാണ്. ആ വില്ലേജിനെ ഒറീസയുടെ ഗ്രാനറി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അവിടെയാണ് അഗ്രികൾച്ചർ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഫാമിംഗ് ആണ് ആ എക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ 8 ദിവസമായിട്ട് ഫ്ലഡ് ഉള്ളത് കൊണ്ട് ഈ വില്ലേജ് ആകെ നശിച്ചു, അഗ്രികൾച്ചറും ഫാമിങ്ങും എല്ലാം പോയി. അപ്പോൾ പാഡി ഫീൽഡ്സ് എല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കുവാണ്. വില്ലേജേഴ്സിന് ഡെയിലി ഫുഡിന് വേണ്ടിയുള്ള കാര്യം പോലും ഇല്ല. അപ്പോൾ പോയിട്ട് ഒരു വില്ലേജറിനെ കാണുവാണ്. അപ്പോൾ ആ വില്ലേജർ പറയുവാണ്, എൻ്റെ ലൈഫ് തകർന്നു, ഫ്ലഡ് വന്ന് എൻ്റെ 11 മക്കളിൽ 2 പേരെ കുറേ പേരെ കാണുന്നില്ല, 2 മക്കളെ ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടു എന്നുള്ള രീതിയിൽ പറയുവാണ്. അതായത് ബെഗ് ചെയ്യാൻ വേണ്ടി വിട്ടു. പോയിട്ട് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഉണ്ട് കുറേ ഷോക്കിംഗ് സൈറ്റ്സ് കണ്ടു. വീടുകളെല്ലാം തകർന്നു, ഒരുപാട് പേര് മരിച്ചുപോയി. സർവൈവേഴ്സ്, അതായത് അതിജീവിച്ചവരെല്ലാം സൈലൻ്റ് ആയിട്ടിരിക്കുവാണ്. അവരെല്ലാം ആകാശത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മഴ എപ്പോൾ തീരും എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് മഡി വാട്ടറിലാണ് പോയിട്ട് നടക്കുന്നത്. വില്ലേജേഴ്സ് ഒന്നും ഇയാളുടെ അടുത്ത് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഗവൺമെൻറ് ഒഫീഷ്യൽ അല്ല, ഗവൺമെൻറ് ഒഫീഷ്യൽ ആണെന്ന് കരുതിയാണ് വില്ലേജേഴ്സ് മിണ്ടാതിരിക്കുന്നത്. കാരണം അവർക്കറിയാം ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ അടുത്ത് മിണ്ടിയിട്ടും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, അതുകൊണ്ടാണ് ഇവരാരും മിണ്ടാതിരിക്കുന്നത്. പോയിട്ട് പറയുന്നുണ്ട് എന്താണ് ഈ ഒരു കാര്യം, അതായത് ദാറ്റ് ഹീ ഈസ് നോട്ട് എ ഗവൺമെൻറ് ഒഫീഷ്യൽ എന്ന് ഒരുപാട് സ്റ്റാൻസൊക്കെ ഇദ്ദേഹം റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ജോലി എന്താണ്, പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യുക. പക്ഷേ ഈ ആളുകൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ, അതായത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവരാരും മിണ്ടുന്നില്ല. ആ വിശ്വാസമില്ലാത്ത എന്തുകൊണ്ടായിരിക്കും ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇവരെ എന്താ പറയുക, ഹെൽപ്പ് ചെയ്യേണ്ട സമയത്ത് ഹെൽപ്പ് ചെയ്തില്ല. ഓക്കെ, അവർക്ക് വിക്ടിംസിനെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഇവരാരും ഹെൽപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇവർക്ക് ദേഷ്യമായിട്ടിരിക്കുവാണ്. അപ്പോൾ വില്ലേജേഴ്സിൻ്റെ അടുത്ത്
പോയിട്ട് പറയുന്നുണ്ട് ഞാൻ ഗവൺമെൻറ് ഒഫീഷ്യൽ അല്ല. അപ്പോഴാണ് അവർ ഫ്ലഡിനെ കുറിച്ച് ഇയാളുടെ അടുത്ത് സംസാരിക്കുന്നത്. അതായത് പെട്ടെന്ന് രാത്രിയിലാണ് ഇത് ഹാപ്പൻ ചെയ്ത്, അവരെല്ലാം ഉറങ്ങിക്കിടക്കുമായിരുന്നു. ഒരു അലറുന്ന സൗണ്ട് കേട്ടു, പെട്ടെന്ന് വെള്ളം ഇങ്ങനെ മൊത്തത്തിൽ വരുമായിരുന്നു. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിൻ്റെ മുകളിലൊക്കെയാണ് ഷെൽട്ടർ എടുക്കേണ്ടി വന്നത്. കാരണം വേറെ വലിയ ബിൽഡിങ്സ് ഒന്നും ഇല്ലല്ലോ വില്ലേജ് ആയതുകൊണ്ട്. അപ്പോൾ വില്ലേജ് അങ്ങനെ പോയിട്ടിനൊരു കാര്യം മനസ്സിലായി, ഒരു റിലീഫ് പാർട്ടി വന്നു. അതായത് കുറച്ച് യങ്സ്റ്റേഴ്സ് വന്നു, ബിസ്ക്കറ്റും ക്യാമറയൊക്കെ ആയിട്ട് വന്നു. അപ്പം ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വില്ലേജേഴ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ 5 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരുടെ കയ്യിലൊരു ട്രാൻസിസ്റ്റർ ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ക്യാമറ ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് ഈ ഫുഡില്ലാത്തവർക്കൊക്കെ കൊടുത്തു. ഫുഡില്ലാത്ത വില്ലേജസ് എല്ലാം ഇവരുടെ അടുത്തോട്ട് ഓടിച്ചെന്നു, വയറ്റത്തടിച്ചും കരഞ്ഞും ഒക്കെ വന്നു. പ്രോബ്ലംസ് എല്ലാം സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പോവർട്ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറഞ്ഞു മിണ്ടാതെ ഒരു സർക്കിളിൽ ഇരിക്കാൻ പറഞ്ഞു. വില്ലേജേഴ്സ് അതുപോലെ ഒബേ ചെയ്തു. റേഡിയോ ഓണാക്കി ഇവരെന്ത് ചെയ്തു, ബിസ്ക്കറ്റ്സ് കൊടുത്തിട്ട് ഫോട്ടോസ് എടുത്തിട്ട് അവരങ്ങ് പോയി. ഹിന്ദി സോങ്ങും പാട്ടുപാടി അവരങ്ങ് പോയി. അപ്പം എന്താണിത് കാണിക്കുന്നത്? അവർ ചുമ്മാ ജസ്റ്റ് വന്നതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവരങ്ങ് പോയി. അവർക്ക് ഫ്ലഡ് വിക്ടിംസിൻ്റെ ഒരു കൺസേണും ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഈ ഫ്ലഡ് വിക്ടിംസ് ഇരുന്നത്. അവർ ഫുഡ് കൊടുക്കാനോ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും അല്ല വന്നത്, ജസ്റ്റ് കുറച്ച് പിക്ചേഴ്സ് എടുത്തിട്ട് അറ്റൻഷന് വേണ്ടിയാണ്, അതായത് ഫേമസ് ആവാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോലെ. അപ്പോൾ പോയിട്ട് പിന്നെയും പറയുകയാണ്, ആ ഒരു റിവറിൻ്റെ ആ ഒരു ഫ്ലഡഡ് ഏരിയയിലോട്ട് പോയി. ആ റിവർ കടന്നിട്ട് വേണം അദ്ദേഹത്തിന് നെക്സ്റ്റ് വില്ലേജ് എത്താൻ. അപ്പോൾ ഒരു ബോട്ട്മാൻ വന്നു, ഒരു വള്ളക്കാരൻ വന്നു. പക്ഷേ വള്ളക്കാരൻ റെഡി അല്ലായിരുന്നു അപ്പുറത്തോട്ട് കൊണ്ടുവന്നത്. കാരണം പോയിട്ടൊരു ഗവൺമെൻറ് ഒഫീഷ്യൽ ആണോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, അപ്പോൾ ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസിന് ഈ ആളുകൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, വെറുപ്പാണ് കാണിക്കുന്നത്. പിന്നെ ആർഡ ബദാപാൽ എന്ന് പറഞ്ഞ വില്ലേജസിലോട്ട് പോകുന്നുണ്ട്. ഇതേ ഇൻഡിഫറൻസോടുകൂടിയാണ് ആളുകൾ അവിടെ വെൽക്കം ചെയ്യുന്നത്. ഗവൺമെൻറ് ഒഫീഷ്യലാണെന്നും പറഞ്ഞ് വെറുപ്പോടുകൂടിയാണ് നോക്കുന്നത്. അപ്പോൾ ആർദേ എന്നുള്ള സ്ഥലത്തുള്ള ആളുകൾ ഇയാളുടെ അടുത്ത് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. ബദാപാലിൽ ഇയാൾ നോക്കിയപ്പോൾ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഭയങ്കര ഗ്ലൂമി ആയിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ പോയിട്ടിന് ആ പെയിൻ മനസ്സിലായി. അദ്ദേഹം വില്ലേജേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു റിലീഫ് ഇത് ഓർഗനൈസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ വില്ലേജേഴ്സ് അതൊന്നും കേൾക്കുന്നില്ല. അതായത് അദ്ദേഹം ഗവൺമെൻറ് ഒഫീഷ്യലാണെന്ന് പറഞ്ഞ് ഇവരാരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കൺക്ലൂഡിങ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് ഒരു ഡിസ്ട്രിക്ട് അതോറിറ്റീസുമായിട്ട് മീറ്റ് ചെയ്യുന്നു ബാലസോർ ഡിസ്ട്രിക്റ്റിൽ. അതോറിറ്റീസ് പറയുന്നുണ്ട് അവരുടെ ഫെയിലിയർ ആണെന്നൊക്കെ പറയുന്നുണ്ട്, റിലീഫ് വർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചർ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. നേച്ചറാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും ഉത്തരവാദി, പ്രകൃതിയാണ് ഉത്തരവാദി, ഞങ്ങളൊന്നും അല്ല. എന്നിട്ട് പറഞ്ഞു റിപ്പോർട്ടിനകത്ത് സത്യം എന്താണെന്ന് വെച്ചാൽ എഴുതാൻ പറഞ്ഞു. ഡിസ്ട്രിക്ട് അതോറിറ്റീസ് പറയുവാണ് അവർ ഹെൽപ്ലെസ് ആണെന്നും പിന്നെന്താണ് അവരെ ഡിഫെൻഡ് ചെയ്ത് സഹായിച്ചുകൊണ്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള റിപ്പോർട്ട് വേണം ഇയാൾ തയ്യാറാക്കാനെന്നുമാണ് പോയിട്ടിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ കൺക്ലൂഡിങ് ലൈനിനകത്ത് പറയുന്നുണ്ട് ഞാൻ അതുപോലെ ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയത് എന്നിങ്ങനെ ലാസ്റ്റ് ലൈനിനകത്ത് പറയുന്നുണ്ട്. അപ്പം എന്ത് റിപ്പോർട്ടാണ് തയ്യാറാക്കിയത് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഇയാൾ റിയൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു കാണും, ഗവൺമെൻറ് ഒഫീഷ്യൽസിനെതിരെ എഴുതി കാണും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ് പറഞ്ഞതുപോലെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് പോയം എൻഡ് ചെയ്യുന്നത്. എന്താണ് സംഭവിച്ചതെന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് റിപ്പോർട്ടിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. സോ ഇതിനകത്ത് പറയുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ അനാസ്ഥ കാരണം പിന്നെ പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു, റിലീഫ് ക്യാമ്പ്സ് സെറ്റപ്പ് ചെയ്തില്ല, ഫുഡ് കൊടുത്തില്ല, ഗവൺമെൻറ് ഒഫീഷ്യൽസ് കംപ്ലീറ്റ് ആയിട്ട് ഇവരെ നെഗ്ലക്റ്റ് ചെയ്തു, വില്ലേജേഴ്സാണ് അഫക്റ്റ് ചെയ്ത്, എന്നിട്ട് നേച്ചറിൻ്റെ മുകളിൽ കുറ്റം കൊണ്ടുവച്ചു. ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സോ ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.